ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം ഇന്നറിയേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ തന്നെ വാർത്ത നമുക്ക് നോക്കാം. പുറത്തേക്കുള്ള വഴി, ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് തുടക്കം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഹമ്മദാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ഹൈക്കോടതി ജഡ്ജിയായ ആരാണ്, യശ്വന്ത് വർമ്മയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം, അതായത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി, ഫയർഫോഴ്സ് വന്ന് തീയണയ്ക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് കാശ്. അപ്പൊ അങ്ങനെ ഒരു സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഇംപീച്ച്മെന്റ് നടപടിക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് പറയുകയാണ് ഒരു ഇംപീച്ച്മെന്റ് വേണം എന്ന രീതിയിൽ പറഞ്ഞത് ഈ ഒരു നമ്മുടെ വർമ്മയുടെ കേസിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഈ വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു 3 അംഗ അന്വേഷണ കമ്മിറ്റിയെയാണ് നിയോഗിച്ചിട്ടുള്ളത്. എത്രയാണ്? 3 അംഗ സമിതിയെയാണ് നിയമിച്ചിട്ടുള്ളത്. അതിലെ അംഗങ്ങൾ, ഒന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ. ആരാണ്? ജസ്റ്റിസ് അരവിന്ദ് കുമാർ. 2009 കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജി ആയിരുന്നു. 2012 സ്ഥിരം ജഡ്ജി. 2021 ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2023 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ജഡ്ജി. അപ്പോൾ ആരാണ്? ജസ്റ്റിസ് അരവിന്ദ് കുമാർ. നമുക്ക് ആ പേരുകളെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തയാള് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാത്സവ. ആരാണ്? ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവയാണ് രണ്ടാമത്തെ വ്യക്തി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 2009 ഛത്തീസ്ഗഡ് ഹൈക്കോടതി ജഡ്ജിയായി. 2021 ഒക്ടോബറിൽ രാജസ്ഥാൻ ഹൈക്കോടതിയിലേക്ക്. നമുക്ക് ഡീറ്റെയിൽസ് വേണ്ട ആ വ്യക്തികൾ, അപ്പൊ നമുക്ക് വ്യക്തികളെ മാത്രം പറയാം അല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മൂന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് BV ആചാര്യ. ആരാണ്? അഡ്വക്കേറ്റ് BV ആചാര്യ. അപ്പൊ നിങ്ങൾ ഈ 3 പേരുടെ പേരും പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ആള് അരവിന്ദ് കുമാർ, രണ്ടാമത്തെ ആള് മനീന്ദർ മോഹൻ ശ്രീവാസ്തവ, മൂന്നാമത്തെ ആള് BV ആചാര്യ. ഇവർ 3 പേരാണ് ആ ഒരു അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ. യുദ്ധമുണ്ടായാൽ റിലയൻസിന്റെ ജാംനഗറിലെ എണ്ണ ശുദ്ധീകരണശാല തകർക്കും പാകിസ്ഥാൻ സേനാ മേധാവി ഒരു പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട്. അതായത് ഇനി എന്തെങ്കിലും ഒരു സൈനിക സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലെ റിലയൻസിലെ എണ്ണ ശുദ്ധീകരണശാല തകർക്കും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പാകിസ്ഥാൻ സേനാ മേധാവി. ആരാണ് പാകിസ്ഥാൻ സേനാ മേധാവി? അസിം മുനീർ. ആരാണ്? അസിം മുനീർ ആണ് പാകിസ്ഥാന്റെ സേനാ മേധാവി. അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണശാല തകർക്കും. ജാംനഗറിലെ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാല തകർക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാംനഗറിലാണ്. പാകിസ്ഥാൻ സേനാ മേധാവി ആരാണ്? അസിം മുനീർ. ആരാണ്? അസിം മുനീർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണ്. ഡൽഹിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി അനന്തകൃഷ്ണൻ. അപ്പൊ രാജ്യം 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ് നമ്മുടെ ഓഗസ്റ്റ് 15. അപ്പോൾ നമുക്കറിയാം ഈ ദിവസം പല അതിഥികളും നമ്മുടെ ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഒരു വിശിഷ്ട അതിഥിയെ നമ്മുടെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്നും ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ഒരു ക്ഷണം കിട്ടണമെങ്കിൽ ആളൊരു ചെറിയ പുള്ളി ആയിരിക്കില്ല അല്ലേ, എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടാകും. തീർച്ചയായും പറ്റുമുണ്ട്. അപ്പൊ നമ്മുടെ പത്രങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഒരു PSC ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ഏകദേശം ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ തന്നെ നമ്മുടെ പത്രങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് പത്രത്തിൽ നിന്ന് തന്നെ നോക്കാം എന്താണ് നമ്മുടെ JS അനന്തകൃഷ്ണനെ പറ്റി നമുക്ക് അറിയേണ്ടത്. 2022 തിരഞ്ഞെടുത്ത പട്ടികയിലാണ് അനന്തകൃഷ്ണൻ ഇടം നേടിയിരിക്കുന്നത്. എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ബുക്ക് ട്രസ്റ്റും സംയുക്തമായി 75 ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ 2022 തിരഞ്ഞെടുത്ത പട്ടിക, അതായത് 75 ഇന്ത്യൻ സാഹിത്യകാരന്മാരുടെ ഒരു പട്ടിക 2022 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയവും അതുപോലെ തന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റും ചേർന്ന് ഒരു പട്ടികയൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള വ്യക്തിയാണ് നമ്മുടെ JS അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ എഴുതിയ ഒരു പുസ്തകമാണ് ഭാരതി പാടുമ്പോൾ. എന്താണ്? ഭാരതി പാടുമ്പോൾ.
ഈ പുസ്തകത്തെ പരിഗണിച്ചുകൊണ്ടാണ് അനന്തകൃഷ്ണനെ ഈ ഒരു ആഘോഷത്തിന്റെ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. ഏതാണ് പുസ്തകം? ഭാരതി പാടുമ്പോൾ. ഭാരതി പാടുമ്പോൾ എന്താണ്? അറിയുന്നതും അറിയാത്തതുമായ കേരളത്തിലെ എഴുത്തുകാർക്കുള്ള ആദരവെന്നോണം സ്വാതന്ത്ര്യ സമര ഗാനങ്ങളുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഭാരതി പാടുമ്പോൾ. അപ്പോൾ ഒത്തിരി നമ്മുടെ ദേശസ്നേഹം ഉണർത്തുന്ന ഒത്തിരി കവിതകൾ നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ട കവിതകളുമുണ്ട്, അതുപോലെ അറിയപ്പെടാത്ത എഴുത്തുകളുമുണ്ട്. അങ്ങനെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എല്ലാ എഴുത്തുകാർക്കും വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര ഗാനങ്ങളുടെ ചരിത്രം കുറിക്കുന്ന, ചരിത്രം പറയുന്ന പുസ്തകമാണ് എന്ത്? ഭാരതി പാടുമ്പോൾ. ഈ പുസ്തകം എഴുതിയതാരാണ്? JS അനന്തകൃഷ്ണനാണ്. ഈ പുസ്തകത്തിന് 2023 പ്രധാനമന്ത്രിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 2023. അപ്പൊ നിങ്ങൾ ആരും ഭാരതി പാടുമ്പോൾ എന്ന പുസ്തകം മറക്കരുത്. അതിന്റെ പ്രമേയം എന്താണെന്ന് മറക്കരുത്. എന്താണ്? അറിയുന്നതും അറിയാത്തതുമായ കേരളത്തിലെ എഴുത്തുകാർക്കുള്ള ആദരവെന്നോണം സ്വാതന്ത്ര്യ സമര ഗാനങ്ങളുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഭാരതി പാടുമ്പോൾ. കൂടാതെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു റെക്കോർഡാണ്. എന്താണെന്ന് വെച്ചാൽ തിരുക്കുറൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് JS അനന്തകൃഷ്ണൻ. എന്താണ്? തിരുക്കുറൽ, നമ്മുടെ തിരുവള്ളുവരുടെ തിരുക്കുറൽ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് JS അനന്തകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മറ്റു ചില ബുക്കുകളുണ്ട്. നിറങ്ങളുടെ ലോകം, സ്ക്രിബ്ലർ, സ്ട്രെച്ച്ഡ് ആംഗിൾ, ബിയോണ്ട് ദി ഐലാൻഡ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഭാരതി പാടുമ്പോൾ മറക്കരുത്. തിരുക്കുറൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, മറക്കരുത്. നിറങ്ങളുടെ ലോകം, സ്ക്രിബ്ലർ, സ്ട്രെച്ച്ഡ് ആംഗിൾസ്, ബിയോണ്ട് ദി ഐലൻഡ് തുടങ്ങിയവ പ്രധാന ഗ്രന്ഥങ്ങളാണ്. ആരുടെ? JS അനന്തകൃഷ്ണന്റെ. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം പ്രസീത ചാലക്കുടിക്ക്. അപ്പൊ ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി ദിനമാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ വെങ്ങാനൂർ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിയൽ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം. അത് ഈ വർഷം 2025 ലഭിച്ചിരിക്കുന്നത് നാടൻ പാട്ടുകാരിയായ പ്രസീത ചാലക്കുടിയാണ്. ആരാണ്? പ്രസീത ചാലക്കുടി. കെ ഫോണിന് ഭാഗ്യചിഹ്നമായി ഫിബോ. അപ്പോൾ കെ ഫോൺ നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ ഫോൺ. ഈ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ. എന്താണ്? ഫിബോയാണ് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. ഈ ഫിബോ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ രൂപത്തിലുള്ള ഒരു ജീവിയാണ്. കടുവ തന്നെയാണ്. കടുവ നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പർമാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നതാണ് ഫിബോ എന്ന് പറയുന്നത്. അപ്പോൾ ഫിബോ കടുവയുടെ രൂപത്തിലുള്ളതാണ് ഫിബോ എന്ന് പറയുന്നത്. എന്തിന്റെ ഭാഗ്യചിഹ്നമാണ്? നമ്മുടെ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. കുട്ടിത്വം തുളുമ്പുന്ന രീതിയിലുള്ള ഫിബോയെ കെ ഫോണിന്റെ ഔദ്യോഗിക പേജുകളിലൂടെയാണ് അവതരിപ്പിച്ചത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു കാർട്ടൂൺ കഥാപാത്രം അല്ലേ, നമ്മളൊക്കെ കാണുന്ന മായക്കണ്ണനൊക്കെ ഇങ്ങനെ ഓടി വരുന്നത് പോലെ നമുക്കിങ്ങനെ തോന്നും. മായക്കണ്ണൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നിൽക്കൂലേ, ആ ഒരു മോഡലിലാണ് നമ്മുടെ ഫിബോ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫിബോ മറക്കരുത്. കെ ഫോണിന്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ. ഡ്യൂപ്ലാന്റിസ് പുതിയ ഉയരം കണ്ടെത്തിയിരിക്കുന്നു. ഡ്യൂപ്ലാന്റിസിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. പോൾ വാൾട്ട് താരമാണ്. സ്പെയിനിന്റെ പോൾ വാൾട്ട് താരമാണ് ഡ്യൂപ്ലാന്റിസ് ഒരു 10ാമത്തെ തവണയും റെക്കോർഡ് തിരുത്തിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. പിന്നെ 11 12 ആയതേ ഇവിടെ ഇപ്പൊ 13ാമത്തെ തവണയാണ്. 13ാം തവണ ലോക റെക്കോർഡ് ഭേദിച്ച് അർമാൻ ഡ്യൂപ്ലാന്റിസ്. കൃത്യമായി ഓർത്തിരിക്കുക, പോൾ വാൾട്ടിൽ 13ാം തവണ ലോക റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് അർമാൻ ഡ്യൂപ്ലാന്റിസ്. സ്പാനിഷ് താരമാണ്. കൃത്യമായി ഓർക്കുക, സ്പാനിഷ് താരമാണ്. 6.29 മീറ്റർ ചാടിയാണ് സ്പാനിഷ് താരം സ്വന്തം റെക്കോർഡ് മെച്ചപ്പെടുത്തിയത്. നമ്മുടെ ഡ്യൂപ്ലാന്റിസിന് ഇതൊരു ഹോബിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡ്യൂപ്ലാന്റിസിന്റെ പേര് പോൾ വാൾട്ടുമായി ബന്ധപ്പെടുത്തി കൃത്യമായി പഠിച്ചിരിക്കുക. ഇങ്ങനെ സ്വന്തം റെക്കോർഡ് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തി എഴുതുക എന്നത് ഡ്യൂപ്ലാന്റിസിന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു വർഷത്തിനിടയ്ക്കാണ് ഈ ഒരു 13 റെക്കോർഡ്, അതായത് 10ാം തവണ തന്നെ റെക്കോർഡ് ഭേദിച്ചിട്ട് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ. ആ ഒരു വർഷത്തിനിടയ്ക്കാണ് ഡ്യൂപ്ലാന്റിസ് എത്രയായി 13ാം തവണയും തന്റെ റെക്കോർഡ് തിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് 14ാം തവണ 15ാം തവണ എന്നൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടത് ഡ്യൂപ്ലാന്റിസ് പോൾ വാൾട്ട് താരമാണ്, സ്പെയിനിന്റെ താരമാണ്. ഈ മീറ്റർ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ 6.29 മീറ്റർ എന്ന് പറയുന്നത് ഡ്യൂപ്ലാന്റിസ് തന്നെ മാറ്റും. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരുത്തി എഴുതാനേ സമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട. ഏത് കായിക ഇനം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത വാർത്ത നമുക്ക് നോക്കാം. പത്തരമാറ്റ്. നമുക്ക് ഇന്ത്യ
ചെസ്സിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് എടുക്കാൻ പറ്റില്ല. ഇതൊരു ബ്രിട്ടന്റെ ഇന്ത്യൻ വംശജയായ 10 വയസ്സുകാരിയാണ് ഈ ഇരിക്കുന്നത്. എങ്കിലും ഒരു ഇന്ത്യൻ വംശജയാണ്. നമുക്ക് ഓർക്കണം, നമ്മുടെ ഒരു ചെസ്സിൽ നമ്മുടെ മികവ് ഇവിടെയും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്ററെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് ബോധന ശിവാനന്ദൻ. ആരാണ്? ബോധന ശിവാനന്ദൻ. ഗ്രാൻഡ് മാസ്റ്ററെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരമായി ബ്രിട്ടന്റെ ഇന്ത്യൻ വംശജയായ 10 വയസ്സുകാരി ബോധന ശിവാനന്ദൻ. ബ്രിട്ടീഷ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 60-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പീറ്റർ വെൽസ് ആണ് 10 വർഷവും 5 മാസവും പ്രായമുള്ള ബോധനയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത്. അപ്പോൾ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? ബോധന ശിവാനന്ദൻ. നാട്യവേദ പുരസ്കാരം പത്മ സുബ്രഹ്മണ്യത്തിന്. ഇത് നമ്മൾ ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഓർക്കുക, നാട്യവേദ പുരസ്കാരം ആദ്യമായിട്ടാണ് ഇത്തരമൊരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരമാണ് നാട്യവേദ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നർത്തകിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യമാണ്. അന്ന് ക്ലാസ്സിലും എടുത്തു പറഞ്ഞതാണ്. പത്മ സുബ്രഹ്മണ്യം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. ഇന്ത്യ വികസിപ്പിച്ച മലേറിയ വാക്സിന് രാജ്യത്ത് അനുമതിയില്ല. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരു മലേറിയ വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. R21 മാട്രിക്സ് എം എന്നതായിരുന്നു ആ ഒരു മലേറിയ വാക്സിന്റെ പേര്. പക്ഷെ ഇത് ഉപയോഗിക്കാനായിട്ട് ഇതുവരെയും നമ്മുടെ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല എന്നാണ് വാർത്തയിൽ. നമുക്ക് പഠിക്കേണ്ടത് R21 അല്ലെങ്കിൽ മാട്രിക്സ് എം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലേറിയ വാക്സിൻ ആണ്. എന്താണ്? R21 അല്ലെങ്കിൽ മാട്രിക്സ് എം എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലേറിയ വാക്സിൻ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് തിരുവനന്തപുരം വേദിയാകും. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഇന്ത്യയിലെ കളികൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാനിരുന്നത്. എന്നാൽ അവിടെ വെച്ച് നടത്താൻ പറ്റുന്നില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓർക്കുക, എന്താണ്? വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അല്ലെങ്കിൽ കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരം. അപ്പൊ നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ നോക്കാം. ഈ ആഴ്ചയിൽ നമ്മുടെ വാർത്തയിൽ വന്നിട്ടുള്ള വീക്ക്ലി കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഈ ദിവസത്തെ ആനുകാലിക വാർത്തകൾ, കൂടുതൽ ആനുകാലിക വാർത്തകളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ പെടാത്ത കറണ്ട് അഫേഴ്സ് പോയിന്റും ഉണ്ടാകും. അതെല്ലാം അതിലുണ്ട്, നമുക്ക് നോക്കാം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാ മിത്രം. എന്താണ്? വീട്ടിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ കണ്ടെത്തി അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഏത്? സുരക്ഷാ മിത്രം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസ് ആണെന്ന് ഓർക്കുക. സബ് രജിസ്ട്രാർ ഓഫീസിലൊക്കെ ഒത്തിരി അഴിമതികൾ നടക്കുന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു പ്രമാണം അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും 500 ഒക്കെ വെച്ച് കൊടുക്കണം. രജിസ്ട്രാർക്ക് പ്രത്യേകിച്ച് കൊടുക്കണം. അങ്ങനെയുള്ള ചില കീഴ്വഴക്കങ്ങൾ, എല്ലാം പറയുന്നില്ല, ചില സബ് രജിസ്ട്രാർ ഓഫീസുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഏതാണ്? ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 25% വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? വിവാദമായി കൊണ്ടിരിക്കുന്നു US. പകരം പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നു. 25% വർദ്ധിപ്പിച്ചത് എന്ന് ഓർക്കുക. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? നമ്മൾ പഠിച്ചു, സാറ ടെണ്ടുൽക്കർ. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം, അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു അല്ലെ? ആ ഒരു ഹെഡിങ് ഫുൾ എടുത്തു വെച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം പറഞ്ഞു ഈ സ്ഥലം ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക എന്ന്. ഏതാണ്? ധരാലി എന്ന ഗ്രാമമാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ച രാജ്യമേത്? എന്താണ്? ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ച രാജ്യമാണ് ഏത്?
റഷ്യ. തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ വീട്ടുതടങ്കലിലായ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബൊൽസനാരോ. ആരാണ്? ജെയർ ബൊൽസനാരോ. എന്താണ്? തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ വീട്ടുതടങ്കലിലായ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റാണ് ജെയർ ബൊൽസനാരോ. ഏത് സംസ്ഥാനത്താണ് ഈയിടെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലാണ് നിലവിൽ രാഷ്ട്രപതി ഭരണം ഉള്ളത്. അപ്പോൾ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി കൂട്ടിയിട്ടുണ്ട്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് എവിടെ? നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ടായിരുന്നു. ടിയാൻജിൻ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ടിയാൻജിൻ. ചൈനയിലെ ടിയാൻജിനിലാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 2 അക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക സംസ്ഥാനം ഏത്? 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 2 അക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ 11.19% വളർച്ച തമിഴ്നാട് കൈവരിച്ചിട്ടുണ്ട്. പൊതുജന സമ്പർക്കത്തിന് വ്ലോഗർമാരെ നിയമിക്കാവുന്ന സംസ്ഥാനം എന്താണ്? പൊതുജന സമ്പർക്കത്തിന് വ്ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ നമുക്കിനി ചില വ്ലോഗർമാരെ കൂടി പരിചയപ്പെടാനാകും. ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് എന്നാണ്? ജാവലിൻ ദിനം. ജാവലിൻ ദിനവും കൈത്തറി ദിനവും ഒക്കെ ഒരേ ദിവസം തന്നെയായിരുന്നു. ഓഗസ്റ്റ് 7 ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീരജ് ചോപ്രയുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടത്തിന്റെ സ്മരണയ്ക്കാണ് ജാവലിൻ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്ലറ്റിക്സിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ താരമാണ് നമ്മുടെ നീരജ് ചോപ്ര. അപ്പൊ നീരജ് ചോപ്ര 2020 ഓഗസ്റ്റ് 7 ഇത്തരമൊരു നേട്ടം നമുക്ക് നേടിത്തന്നത്. ആ ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത്. പുതിയ കേന്ദ്ര കായിക ബില്ലിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏത് സ്ഥാപനമാണ്? നമ്മൾ പഠിച്ചു, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡ് അല്ലെങ്കിൽ BCCI ആണ് വിവരാവകാശ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. നിപ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ തിരിച്ചറിഞ്ഞത് പാലോട് IIT-യിലെ ഗവേഷകരായ ഡോക്ടർ ഗിരിധരൻ ലോകനാഥൻ, മലർവഴി, പ്രൊഫസർ ജഗദീഷ് ബൈത്തരി എന്നിവരാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഈയിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ. കഴിഞ്ഞ ദിവസത്തെ വാർത്ത ആരാണ്? ജെയിംസ് ലവൽ. ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായിരുന്നു. ആര്? ജെയിംസ് ലവൽ. എന്നാൽ ബാക്കിയുള്ളവർ ആരൊക്കെ എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ അവസാനം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി പഠിക്കും. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. എന്താണ്? രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും സംയുക്തമായി നടത്തിയ സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം 2668 ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമേത്? എന്താണ്? പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. ഏതാണ്? ഡൽഹി നിയമസഭ. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് ആർക്കാണ്? പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡൈമോള A അഡൻലെ. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇൻഡെക്സ് മൊബിലിറ്റി ഇൻഡെക്സിൽ ഏതാണ്? നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് ആണ്. ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ റാങ്ക് 19 ഡൽഹി 1ാമതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിന്റെ പേര്? കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിന്റെ പേരാണ് സ്വം. ഏതാണ്? സ്വം. വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 5. എത്രയാണ്? 5. അവസാനത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി എവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്പൊ അങ്കണവാടിയും ഇനി AI ആയി തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം,
ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം നൽകാനായി ലോക്ക് FD എന്താണ് ലോക്ക് FD എന്ന സംവിധാനം അവതരിപ്പിച്ച ബാങ്ക്. ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ തട്ടിപ്പുകളിൽ ഒത്തിരി തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനായി ലോക്ക് FD എന്ന സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ഓപ്ഷൻ എ ആക്സിസ് ബാങ്ക്, ബി കാനറ ബാങ്ക്, സി ഫെഡറൽ ബാങ്ക്, ഡി ICICI ബാങ്ക്. ഏത് ബാങ്കാണ് ലോക്ക് FD എന്ന സംവിധാനം അവതരിപ്പിച്ചത്? ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. ഓപ്ഷൻ എ ആക്സിസ് ബാങ്ക് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 1969 വിക്ഷേപിച്ച അപ്പോളോ 8 ദൗത്യവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യത്തെ ചന്ദ്ര ദൗത്യമായിരുന്നു. ഓപ്ഷൻ ബി മനുഷ്യരുമായി ചന്ദ്രനെ ചുറ്റിയ ആദ്യ ദൗത്യം ഇതാണ്. ഓപ്ഷൻ സി കമാൻഡർ ആയിരുന്ന ലെവലിനൊപ്പം വില്യം ആൻഡേഴ്സ്, ഫ്രാങ്ക് ബോർമാൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ഇതിൽ ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അതായത് ഒന്നും തെറ്റല്ല. ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഓർക്കുക. ജെയിംസ് ലെവലിനൊപ്പം വില്യം ആൻഡേഴ്സും ഫ്രാങ്ക് ബോർമാനുമാണ് ഈ അപ്പോളോ 8 ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. മനുഷ്യരെയും വഹിച്ചുള്ള ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു അപ്പോളോ 8. അടുത്തിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ നമുക്കറിയാം. ഓപ്ഷൻ എ ജെയിംസ് ലെവൽ, ബി വില്യം ആൻഡേഴ്സ്, സി ഫ്രാങ്ക് ബോർമാൻ, ഡി ബുഷ് വിൽമോർ. ബുഷ് വിൽമോർ അടുത്തിടെ വിരമിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ജെയിംസ് ലെവൽ. ചിലപ്പോൾ തെറ്റിപ്പോകാൻ വഴിയുണ്ട്. അന്തരിച്ചു എന്നല്ല, നമ്മുടെ ബുഷ് വിൽമോർ വിരമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോളോ 8 ദൗത്യവുമായി ബന്ധപ്പെട്ട അന്തരിച്ച വ്യക്തിയാണ് ആര്? ജെയിംസ് ലെവൽ. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ ഏത്? എന്താണ്? ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ സിന്ദൂർ, ബി ഓപ്പറേഷൻ പരാക്രമ, സി ഓപ്പറേഷൻ അഖാൽ, ഡി ഓപ്പറേഷൻ പഹൽഗാം. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ അഖാൽ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖാൽ. നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. എത്ര ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത്? ഇലക്ഷനൊക്കെ നമുക്ക് വരാനിരിക്കുകയാണ്. എത്രയാണ്? 6 ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളതെന്ന് കൃത്യമായിട്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്